ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻസിലെ 2 അധ്യാപകർ അറസ്റ്റിൽ. യൂട്യൂബ് ചാനലിലൂടെ ചോദ്യങ്ങൾ അവതരിപ്പിച്ച അധ്യാപകരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ തമിഴ്നാട്, കർണാടക ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവെന്ന് ക്രൈംബ്രാഞ്ച് SP KK മൊയ്തീൻകുട്ടി പറഞ്ഞു. അവർ തമിഴ്നാട്ടിൽ ചില സ്ഥലങ്ങളിലുണ്ടായിരുന്നു, കർണാടകയിലുണ്ടായിരുന്നു, ചാമരാജനഗർ ജില്ലയിലൊക്കെ ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ ഇവർ ഫോണും നമ്മളെ സാധാരണ ഇൻ്റലിജൻസും അതുപോലെ തന്നെ നമ്മുടെ ടെക്നിക്കൽ ഇൻ്റലിജൻസും ഉപയോഗിച്ചിട്ട് അവരെ എവിടേക്കാണ് താമസിക്കുന്നുള്ള കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ചെറിയൊരു ഇടയ്ക്ക് കിട്ടിയ ഗ്യാപ്പിൽ ഇവർ മാറി മാറി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പല സ്ഥലങ്ങളിലായി താമസിച്ചിട്ടുണ്ട്. അവസാനം ആണ് നമുക്ക് കേരളത്തിലെത്തിയെന്ന് മനസ്സിലാകാൻ ഇവിടെ എത്തിയെന്ന് വിവരം കിട്ടുകയും അവർ പിന്നെ ഫോളോ ചെയ്യുകയും ചെയ്യാറുണ്ടായത്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. മിഥില ബാലനുണ്ട് കോഴിക്കോട്. മിഥില, എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ? മിഥില, ഉന്മേഷ്, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് താമരശ്ശേരി വാവാട് ഒളിവിൽ കഴിയുന്നതിനിടെ ഈ 2 അധ്യാപകരും, അതായത് 2 പ്രതികളും അറസ്റ്റിലായിട്ടുള്ളത്. ഫഹദ് ജിഷ്ണു, ഫഹദ് ഇംഗ്ലീഷ് അധ്യാപകനാണ്. ഫഹദ് കണക്ക് പേപ്പറായിരുന്നു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ MS സൊല്യൂഷൻസ് വഴി ചോർന്ന ഈ ചോദ്യപേപ്പർ MS സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ഇവർ അവതരിപ്പിച്ചു എന്നതാണ് ഈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 തവണ ഇവർക്ക് ഹാജരാവാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 തവണയും ഇവർ ഹാജരാവാതെ ഒളിവിൽ കഴിയുകയായിരുന്നു. തമിഴ്നാട്, കർണാടക ഭാഗങ്ങളിലാണ് ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പിടിക്കപ്പെടാതിരിക്കാൻ സിം കാർഡ് ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കേരളത്തിൽ അവർ എത്തിയെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് രാവിലെ താമരശ്ശേരിയിലെ ഈ വാവാട് വെച്ച് പിടിയിലായിട്ടുള്ളത്. നിലവിൽ ഇവരുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ്. വരും മണിക്കൂറുകളിൽ അത് എന്തെല്ലാമാണ് ഇവർ ചോദ്യം ചെയ്യലിൽ ഈ പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. 1-ാം പ്രതി ഷുഹൈബിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട്. അതായത് ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കുന്നവരെ അറസ്റ്റ് ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ആ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഈ മാസം 12-ന് പരിഗണിക്കുകയും ചെയ്യും. ഉന്മേഷ്, ശരി. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.